Good morning all. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സം BBA കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ തേർഡ് ചാപ്റ്റർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ നമുക്ക് പഠിക്കാനുള്ളത് റിഡംഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർ രണ്ട് ടൈപ്പിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. എ കമ്പനി ക്യാൻ ഇഷ്യൂ ടു ടൈപ്പ് ഓഫ് ഷെയർസ്, നെയിംലി പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. What is preference shares? Preference shares are those shares which have the two preferential right. First one, right to receive dividend at a given rate before any dividend is paid on equity shares. And the second one, a right to repayment of capital before equity shareholders. Dividendilum ക്യാപിറ്റൽ റീപേയ്മെൻറ്റിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഈ രണ്ട് കാര്യത്തിലും പ്രിഫറൻഷ്യൽ റൈറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നുണ്ട്. അത്തരം ഷെയറിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അത്തരം ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്താ ഇക്വിറ്റി ഷെയർസ്? Equity shares are those which are not preference shares. Equity shares do not carry any preferential right in respect of dividend or repayment of capital. Okay? Then preference shares are classified cumulative and non-cumulative, participating and non-participating, convertible and non-convertible, and redeemable and non-redeemable preference shares. These are the different types of preference shares. In India, company can issue only redeemable preference shares. What is redeemable preference shares? Redeemable preference shares are those shares which are redeemed subject to fulfillment of certain conditions. കമ്പനീസ് ആക്ട് 2013 പ്രകാരം പറഞ്ഞിട്ടുള്ള ചില കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് റിഡംഷൻ നടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു പ്രിഫറൻസ് ഷെയർസിൻ്റെ ബെനിഫിറ്റ്സ് എന്നും ഡ്രോബാക്ക് എന്നും. ഫസ്റ്റ് ബെനിഫിറ്റ്, ഹെൽപ്ഫുൾ ഇൻ റേസിംഗ് ലോങ് ടേം ക്യാപിറ്റൽ, have first claim on profits, have fixed rate of dividend, guaranteed rate of return. These are the important benefits. And the drawbacks are not traded in market like ordinary shares, not available to retail investors, not advantage to investors from point of view of control and management, cost of raising preference share capital is higher. അപ്പോൾ ഇത്രയും ഡ്രോബാക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഓർഡിനറി ഷെയർ മാർക്കറ്റ് ചെയ്യുന്ന പോലെ പ്രിഫറൻസ് ഷെയർ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അവൈലബിൾ അല്ല. ദെൻ ഇവർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർസിനുള്ള പോലെ വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല. കോസ്റ്റ് ഓഫ് റേസിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഹയർ ആണ്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനുള്ളതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളത്. നമ്മുടെ ചാപ്റ്റർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ? റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. റിഡംഷൻ സിംപ്ലി മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ദസ് redemption of preference share means repayment of preference share capital to the preference shareholders. Preference share capital preference shareholders ne repay ചെയ്യുന്നതിനെയാണ് നമ്മൾ redemption of preference shares എന്ന് പറയുന്നത്.
repayment of capital to the preference shareholders. കമ്പനി ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇവർ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യും. ആ ക്യാപിറ്റൽ കമ്പനി എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് തിരികെ കൊടുക്കുന്നതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ in other words we can say company can buy back the shares at a later date. കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർ ബൈ ബാക്ക് ചെയ്യാണ്, തിരികെ മേടിക്കുകയാണ് അല്ലേ. അതിനെയാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് കമ്പനി റീപേ ചെയ്യാണ് ക്യാപിറ്റലിനെ. ഷെയർ തിരികെ മേടിച്ചുകൊണ്ട് ക്യാപിറ്റൽ എന്താണ് റീപേ ചെയ്യാണ്. അത്തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, then what are the conditions for redemption? According to section 55 of the Companies Act 2013, a company limited by shares, if authorized by its article, can redeem the preference shares. കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാനുള്ള അധികാരമുണ്ടല്ലേ. കമ്പനിയിലെ 2013 കമ്പനി ആക്ടിലെ സെക്ഷൻ 55 പ്രകാരം ഒരു കമ്പനിക്ക് എന്തുണ്ട്, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനുള്ള അധികാരമുണ്ട്. ബട്ട് there are some provisions or conditions for redemption of preference shares. ആ ഒരു കണ്ടീഷൻ എന്തൊക്കെയാണ്, പ്രൊവിഷൻ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ, ഷെയർ മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. ഷെയർ എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. ദ ഷെയർ ടു ബി റിഡീംഡ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറയുമ്പം അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ, ഇങ്ങനെയൊക്കെ എല്ലാം വിളിച്ചിരിക്കണം. ആ ഒരു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ മാത്രമേ റിഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ ഷെയർ ഷുഡ് ബി റിഡീംഡ് ഐദർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഈ റിഡംഷൻ നടക്കേണ്ടത് ഒന്നുകിൽ പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ഫ്രഷ് ഇഷ്യൂ. Then third one, premium on redemption must be provided out of security premium reserve account or out of profit. റിഡംഷൻ്റെ സമയത്ത് നമ്മൾ പ്രീമിയം പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി പ്രീമിയം പാബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നോ എടുത്തുകൊണ്ടായിരിക്കണം പ്രീമിയം എമൗണ്ട് പേ ചെയ്യേണ്ടത്. റിഡംഷൻ സമയത്ത് പ്രീമിയം കൊടുക്കുമ്പോൾ, പേ ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റിൽ നിന്നോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നോ കൊണ്ടായിരിക്കണം. ആൻഡ് ദ ഫോർത്ത് വൺ, ഇൻ കേസ് ഓഫ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, an amount equal to face value of shares to be redeemed must be transferred out of divisible profit to capital redemption reserve account. അപ്പം ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നാണ് റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതാണ് CRR അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റിഡംഷൻ നടത്തുമ്പോൾ റിഡംഷൻ നടത്തിയ നോമിനൽ വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് CRR അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് നമ്മൾ ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. The next one, notice of redemption must be sent to the registrar.
എന്ത് ചെയ്യണം? രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, കമ്പനി മേ ഇഷ്യൂ ഷെയർസ് അപ് ടു ദി നോമിനൽ എമൗണ്ട് ഓഫ് ഷെയർ റിഡീംഡ്. അപ്പം നോമിനൽ എമൗണ്ട് എത്രയാണോ അതുവരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. So these are the basic condition or provision for redemption of preference shares. Okay. The next topic is sources of redemption. There are 3 sources of redemption of preference shares. They are redemption out of fresh issue of shares, redemption out of profit, and redemption partly out of fresh issue and partly out of profit. Sources of redemption 3 എണ്ണാണുള്ളത്. ഒന്ന് ഫ്രഷ് ഇഷ്യൂയിൽ നിന്ന്, രണ്ടാമത് പ്രോഫിറ്റിൽ നിന്ന് റിഡംഷൻ ചെയ്യുന്നു, മൂന്നാമത് നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ രണ്ടിൻ്റെയും കോമ്പിനേഷൻ, പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. മുകളിലത്തെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് അല്ലേ? കോമ്പിനേഷൻ ഓഫ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഔട്ട് ഓഫ് profit. So these are the 3 sources of redemption of preference shares. So next ക്ലാസ്സിൽ നമുക്ക് ഈ ഓരോ സോഴ്സസ് ഓഫ് റിഡംഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേർണൽ എൻട്രീസും അതിൻ്റെ പ്രോബ്ലംസും സോൾവ് ചെയ്യാനുണ്ട്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്താണ് കമ്പനി എന്ന് നിങ്ങൾക്കറിയാം, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചതാണ് സെക്കൻഡ് സെമ്മിൽ, വാട്ട് ഈസ് കമ്പനി എന്നുള്ളത് അല്ലേ? അപ്പം എന്താണ് കമ്പനി എന്ന് പറയുന്നത്? വി നോ എ കമ്പനി ഈസ് എ ലീഗൽ എൻറ്റിറ്റി representing an association of people, or it's a voluntary association of many person, and a company can issue 2 type of shares like preference shares and equity shares. So ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആ ഒരു പ്രിഫറൻസ് ഷെയർസിൻ്റെ മീനിങ്, റിഡംഷൻ ഓഫ് എന്താണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് നമ്മൾ പറഞ്ഞു, ദെൻ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ടുള്ള സം കണ്ടീഷൻസ് ആൻഡ് സോഴ്സസ് ഓഫ് റിഡംഷൻ. ഓക്കെ.